ഇതൊക്കെ സജുജാത്തന്നൂരെ പറയത്തുള്ളൂ, എനിക്ക് പേടിയില്ല സ്വോത്രം. ഇത് പോലീസുകാരാ പറഞ്ഞെന്ന് സ്വോത്രം. അവൻ കൈക്കൂലി മേടിച്ചിട്ടായി മാടത്തെ വരാച്ചത് സ്വോത്രം. അതുകൊണ്ട് ഇടയ്ക്ക് ചാനലിൽ വന്ന ഈ ആക്രമണത്തിൽ ഒരു മാടം ഉണ്ടെന്ന്. ഈ മാടം ആരാന്ന് ഞങ്ങൾ പറയുന്നില്ല. ഈ പെങ്കൊച്ചിൻ്റെ വാക്ക് കേട്ടാൽ പാവപ്പെട്ട ദിലീപ് ചക്ക പടിയുന്നത്. അതുകൊണ്ട് എൻ്റെ സെൽവിപുരം കൊല്ലംകോട് അച്ചായന്മാർ അമ്മാമ്മമാർ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കണം, മൊത്തവും കേൾക്കരുതേ. പരിപാടിയായിപ്പോ സന്തോഷമില്ലല്ലോ സ്വോത്രം. അങ്ങനെ പറ്റിയതാ വാളയാർ പരമശിവൻ ദിലീപ് കേൾക്കുന്നവർക്കായി സ്വോത്രം. അതുകൊണ്ട് ഈ സഹോദരി പറഞ്ഞു കേട്ടിട്ടെങ്കിൽ രക്ഷയില്ല. അവനിങ്ങനെ പറഞ്ഞു, ദൈവജനം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവജനം പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവകരമിറങ്ങി. എസ്തേർ കൊട്ടാരത്തിൽ തന്ന് ആരോട് പറഞ്ഞ്? രാജാവിനോട് പറഞ്ഞ്, അല്ലയോ അഹശ്വേരോശേ, നിന്നെ 2 അംഗരക്ഷകർ കൊല്ലാൻ പദ്ധതി വെച്ചപ്പോൾ വഴിവക്കി പാവപ്പെട്ട ഉപദേശിയായ മൊർദെഖായി ഒരു തുണ്ട് തന്നോണ്ടല്ലേ നീ രക്ഷപ്പെട്ടത്? നീ വല്ലതും കൊടുത്തോ? രാജാവിൻ്റെ കണ്ണ് തുറക്കാനിടയായി. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഹൃദയം നുറങ്ങി നിലവിളിക്കുമെങ്കിൽ ഏത് കൊട്ടാരത്തിനകത്തും ദൈവകരമിറങ്ങി വരും. വിശ്വസിക്കുന്നവർക്ക് മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ കരുത്തുറ്റവർ പട്ടണത്തിൽ എഴുന്നേക്കട്ടെ. ഇന്ന് രാത്രി വിളിച്ചു പറ, ഹല്ലേലൂയ. കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, കരമുയർത്തുന്നവർക്ക്. എന്നാൽ ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ച താഴ്വരയിൽ കുഴികളെ വെട്ടിത്തരുന്ന ദൈവം. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നീ സിൽവപുരത്ത് കർത്താവിനോട് നിലവിളിച്ച, കൊല്ലംകോട് ഉപവസിച്ചാൽ കൊട്ടാരത്തിനകത്ത് രേഖകളെ മാറ്റി എഴുതുവാ ദൈവകരം ഇറങ്ങി വരും. സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മൊമെന്റ്. ദ പ്രഷ്യസ് മൊമെന്റ്, ദ മൈറ്റി പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് സറൗണ്ടഡ് ദ കൺവെൻഷൻ ഡേ 3. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വചന ശുശ്രൂഷയും ആരാധനയും നടക്കുമ്പോൾ നിനക്കെതിരെ, നിന്റെ കുടുംബങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ട് കൊട്ടാരത്തിനകത്ത് പിശാച് വരച്ച രേഖകളെ മാറ്റുവാ. ഇന്ന് രാത്രി മൊർദെഖായിയുടെ കണ്ണുനീരിനകത്ത് എസ്തേറിനെ കൊണ്ട് ദൈവം കാര്യങ്ങളെ ചെയ്യിപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി കരമുയർത്തുന്ന ദൈവമക്കൾക്ക് നിനക്ക് മുമ്പായി ദൂതനെ അയക്കുന്ന ദൈവ. കരമുയർത്തിയാട്ടെ. ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവ, താമ്ര കഥകളെ വെട്ടിമാറ്റുന്ന ദൈവ, രാജാക്കന്മാരുടെ അന്തപുരത്തിനകത്ത് നിനക്ക് വേണ്ടി കൽപ്പനകൾ മാറ്റി എഴുതുവാ. ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല സഹോദരി. ദാനിയേൽ സിംഹങ്ങളുടെ കുഴിയിൽ വീഴുന്നതിന് മുമ്പ് സിംഹങ്ങളുടെ വായടയ്ക്കുവാൻ ഒരു കരമെങ്കിൽ 1000 ഹല്ലേലൂയ ശാപത്തിൽ കടന്ന രൂത്തിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരം ഇറങ്ങി വന്നപ്പോൾ അവളെ ബോവസിന്റെ വയലിലെത്തിച്ച കരമെങ്കിൽ ഇന്ന് രാത്രി ഒറ്റയ്ക്ക് ചക്കുമെതിച്ച ഗിദെയോന് ദൈവത്തിന്റെ കരമിറങ്ങി വന്നെങ്കിൽ മിദ്യാന്യ പാളയത്തെ തകർക്കുക. അവന്റെ മേൽ ഒരു അഭിഷേകം ഇറങ്ങിയെങ്കിൽ ഈ രാത്രി വിളിച്ചു പറ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ശത്രുവിനെ മെതിക്കുക, ദുഷ്ടന്റെ കോട്ടകളെ തകർക്കുക. ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് സിസ്റ്റർ, ഇന്ന് രാത്രി പട്ടണത്തിന്റെ വിടുതലിന്റെ താക്കോൽ പരിശുദ്ധാത്മാവ് നിന്നെ ഏൽപ്പിക്കുന്ന രാത്രിയാ. വാലിബ, ഇന്ന് രാത്രി കരം ഉയർത്തി പറ, രാജ്യങ്ങൾ പിടിച്ചടക്കുക, പട്ടണങ്ങൾ പിടിച്ചടക്കുക, ഉണ്മயான ദേവനുടെ വചനങ്ങളെ ചൊല്ലുക. അന്ത്യകാലത്ത് എൻ്റെ മേലൊരു അഭിഷേകം പകരുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ കണ്ണുനീർ വെറുതെയല്ല, നിന്റെ പ്രാർത്ഥന വെറുതെയല്ല, ഉപവാസം വെറുതെയല്ല. അന്തപുരത്തിനകത്ത് രാജാക്കന്മാരുടെ അടുത്ത് വരെ ഹല്ലേലൂയ ചെന്ന് നിനക്ക് വേണ്ടി മറുപടി എഴുതുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ആരെയ്തു? അഹശ്വേരോശ് ആ തുണ്ട് പേപ്പറൊക്കെ തുറന്ന്, അയ്യോ കോവിഡ് കാലത്ത് ഞാൻ കിറ്റ് കൊടുത്തതാ. ആർക്ക് കൊടുത്തു? നാട്ടുകാർക്ക് കൊടുത്തു. ആ മൊർദെഖായിക്ക് ഒന്നും കൊടുത്തില്ല. പിറ്റേന്ന് രാവിലെ ഹാമാൻ ഇന്നോവയായിട്ട് എവിടെ ചെന്ന്? പാലസിൽ ചെന്ന്. ഉടനെ എന്താ അഹശ്വേരോശ് പറഞ്ഞു, ബുക്കും പേപ്പറും കൊടുക്കാൻ. ഞങ്ങളുടെ ഭാഷ പെരിയ തലവർ പറയുന്നത് ബുക്കും പേപ്പറും കൊടുക്കാൻ. ഞാൻ ഒരാൾക്ക് ചില്ലറ അനുഗ്രഹം കൊടുക്കാൻ പോവുക. അപ്പോൾ ഹാമാൻ വിചാരിച്ച് ഞാനല്ലാതെ പിന്നെ ആർക്കാ അനുഗ്രഹം തരുന്നത്? വചനം മനസ്സിലാക്കണം. ഉടനെ പറഞ്ഞു, ഒരു കിയ കാർണിവൽ എഴുതായി. അപ്പോൾ അമ്മാമ്മയ്ക്ക് ഒരു കാറ് വേണം. അതുകൊണ്ട് രാജാവ് ഒന്ന് പറഞ്ഞു, ഹാമാൻ 2 എഴുതി. ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഭാര്യയ്ക്ക് കൂടെ എഴുതി. സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് മാർത്താണ്ടത്ത് 2 വില്ല എഴുതാൻ. പിള്ളേർ വളർന്നു വരുക 4 വില്ല. സ്വോത്രം. അത് കഴിഞ്ഞ് കളിക്കാവളെ 4 മുറി കട, 8 മുറി കട എഴുതി. എന്നിട്ട് പറഞ്ഞ് അമ്പൂരി 4 ഏക്കർ തോട്ടം. രാജാവിൻ്റെ 8 ഏക്കർ എഴുതി. അപ്പോൾ ഹാമാൻ ഒരു സംശയം, ഇതാർക്കാ? ഹാമാൻ ചോദിച്ചു, സാറേ ഇതാർക്കാ? ഓ, നമ്മുടെ ഈ വഴിവൊക്കെ പരസ്യമുഖത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന മൊർദെഖായിക്കാ. അവൻ്റെ പാടാൻ തുടങ്ങി. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. ഇന്ന് രാത്രി വിളിച്ചു പറ, ആരാധിക്കുന്നവൻ എഴുതി. നീ രേഖ എഴുതിയാൽ നിന്നെ കൂട്ടിനകത്താക്കുക. മൊർദെഖായിയുടെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരമിറങ്ങി വരും. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ പറയാം, ഈ ഒരു ദൂത് കേട്ടോണ്ട് ഇവിടുന്ന് ഇറങ്ങാവൂ. കഴുമരം ഉണ്ടാക്കിയത് ഹാമാന, പോസ്റ്റർ ഇട്ടത് ഹാമാന,
പക്ഷേ അതിനകത്താര് തൂങ്ങണമെന്ന് സ്വർഗത്തിലെ ദൈവം എഴുതും. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി വിളിച്ചു പറ, ആരൊക്കെ നിനക്കെതിരെ ബൗണ്ടറി കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ വാത് കെട്ടിയാലും, സഹോദരി കരമുയർത്തി പറ, ഒരു ക്യാൻസർ നിനക്കെതിരെ തകർത്ത് വെച്ചുകൊണ്ട്, ചെറുപ്പക്കാരെ പറ, ഹാർട്ട് അറ്റാക്ക് എൻ്റെ നേരെ ആഞ്ഞടിച്ചുകൊണ്ട്, ഒരുപക്ഷെ എന്നെ കടക്കയിൽ കടത്തുമെന്ന് പല വാറണ്ടുകൾ നിനക്കെതിരെ വന്നാലും ഇന്ന് രാത്രി കരമുയർത്തി പറ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. യെസ്, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പോഞ്ഞെടുക്കും. എന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി ശത്രു എനിക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ മക്കൾക്കെതിരെ, എൻ്റെ ചർച്ചിനെതിരെ, എൻ്റെ മിനിസ്ട്രിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. സ്തോത്രം. അതുകൊണ്ട് ഒരു യഹൂദനെ തകർക്കാൻ പാടാ. ഞങ്ങൾ ഇസ്രായേലിന് അനുകൂലമൊന്നുമല്ല. അവൻ ആരാന്നറിയാം? പണ്ടത്തെ കാലത്തെ നമ്മുടെ ഇവിടെ അടുത്ത് കിരാത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, മലയുള്ള, നിങ്ങൾക്കറിയത്തില്ല. സ്തോത്രം. അവിടെ ഒരു പുള്ളി വരുമായിരുന്നു, ഫെലിസ്തീൻ. അവൻ്റെ പേരായിരുന്നു ഗോലിയാത്ത്. നമ്മുടെ ദാവീദ് അവിടെ ചെങ്കവിള LP സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവനായിരുന്നു. വല്ലവർക്കും അറിയാമോ? സ്തോത്രം. അന്ന് അവൻ ഒരു കുഞ്ഞ് നിക്കറുവിട്ട് ഒരു കല്ലും കവണയായിട്ട് നേരെ കിരാത്തൂരിലോട്ട് പോയി. വഴിയെ പോകുന്നവരവിടെ നോക്കി അവർ ചോദിച്ചു, പയ്യ നീ എങ്ക പോവത്? അവൻ പറഞ്ഞു, ഞാൻ ഗോലിയാത്തിനെ കൊഞ്ചം പാക്കത് പോവത്. സ്തോത്രം. തമിഴ് ഭാഷയെ സ്തോത്രം. കിരാത്തൂർ മലയിൽ നിൽക്കുക. അവിടെ ചെന്നപ്പോൾ ഈ കുഞ്ഞു പയ്യൻ സ്കൂളിലെ കുട്ടി നിക്കറും ഒരു സ്ലേറ്റും പെൻസിലും കവണ 5 കല്ലുമായിട്ട് ഇങ്ങനെ വരുക. സ്തോത്രം. ഫെലിസ്തീനായ ദാവീദ് ചോദിച്ചു, നീ ഗോലിയാത്ത് ചോദിച്ചു, നീ എന്തിനാ വന്ന്? അയ്യാ ഉങ്ങളെ പാക്കതുക്ക് വന്നിരിക്കുന്നത്. സ്തോത്രം. നല്ല അരുമயான செய்திകൾ. അവൻ അവിടെ നിന്ന് നാട്ടുകാർ ചിരിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് അഭിഷേകം കുഞ്ഞ ദാവീദ് കല്ലെടുത്ത് ഒരൊറ്റ അടിയും വെച്ച് കൊടുത്തത്. ആ കിടക്കുന്നു. 40 ദിവസം ഇസ്രായേലിൻ്റെ പാളയത്തെ വിറപ്പിച്ചവൻ ദിം തരികിടതും. സന്തോഷമില്ലല്ലോ? അവൻ്റെ കൊച്ചുമക്കളാ ഇന്നത്തെ ഇസ്രായേൽ. എങ്ങനെ ഇരിക്കും? മിണ്ടണ്ട. സ്തോത്രം. അവൻ്റെ അന്നത്തെ കാലത്ത് LP സ്കൂളിൽ പഠിക്കുന്നവൻ ഫെലിസ്തീനെ അടിച്ചെങ്കിൽ അവൻ്റെ കൊച്ചുമക്കളാണ്. ഞങ്ങൾ അവർക്ക് അനുകൂലമല്ല. അങ്ങനെയെങ്കിൽ ഈ റഷ്യ ഉക്രൈൻ അവസാനിക്കത്തില്ല. ഇതെവിടത്തേക്ക് പോകും? എവിടത്തേക്ക് പോകുമെന്നറിയാമോ? ഇസ്രയേലിലേക്ക് പോകും. അതാ എൻ്റെ പ്രസംഗം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ സിറ്റുവേഷൻ കേട്ടോ, ഈ യുദ്ധം തുടങ്ങിയിട്ട് 28 മാസമായി ദൈവദാസന്മാരെ. ഇന്ന് അമേരിക്ക പെരിയവരുടെ കൂട്ടത്തിൽ നിന്ന് മാറുക. കാനഡയും പറഞ്ഞു ഞങ്ങൾക്ക് പൈസ തരാനില്ല. അല്പം സഹായിക്കുന്ന ഫ്രാൻസും ബ്രിട്ടനുമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഇസ്രയേലിനെ താങ്ങി നിൽക്കുന്ന രാഷ്ട്രങ്ങൾ വീഴാൻ പോകുന്നു. ഇസ്രയേൽ കരയാനും പോകുന്നു. ഇനി ആ പ്രവചനം, ഇരമ്യ പ്രവചനം, ബൈബിൾ എടുത്താട്ട് അന്തിമദിനം, ഇരമ്യ പ്രവചനം 22-ാം അധ്യായം 21, 22 വാക്യങ്ങൾ മോള് വായിച്ച് സഹായിച്ചാട്ട്. ഇരമ്യ പ്രവചനം 22, 21, 22 വാക്യങ്ങൾ വായിക്കാം. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. നിന്നെ മടക്കി കൊണ്ടുവന്ന് വീടും കാറും പ്ലെയിനും നല്ല കണ്ടുപിടുത്തവും തന്നു. നിന്റെ ശുഭകാലത്ത് ഞാൻ ഇസ്രായേലിൽ നിന്നോട് സംസാരിച്ചു. സ്വർഗം പറയുന്നു. അടുത്ത വാക്ക്, നീയോ ഞാൻ കേൾക്കുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കുകയില്ലെന്ന് പറഞ്ഞു. അടുത്തത് അവന്റെ ജോലിയാ തെക്കോട്ട് പോകാൻ പറഞ്ഞു, വടക്കോട്ടേ പോകും. സ്വോത്രം. ഇടക്കത് ഞാൻ കേൾക്കുകയില്ലെന്ന് പറഞ്ഞു. അടുത്ത പ്രവചനം വായിച്ചാട്ടെ. എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. പണ്ട് കാലത്തെ നിനക്കുള്ള ശീലം വാക്കനുസരിക്കാതിരിക്കുന്ന. പറയാം. പണ്ട് ശൗൽ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. കഴുതെ അന്വേഷിച്ച് പോയതാ. എന്താ സംഭവിച്ചതെന്നറിയാമോ? സ്തോത്രം. അവൻ അവസാനം വചനം വിട്ടു. ആദ്യ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഗിൽബോറ പർവ്വതനിരെ അവനും അങ്ങ് തീർന്നു. ശൗൽ. രണ്ടാമതൊരുത്തനുണ്ടായിരുന്നു ദാവീദ്. ദാവീദ് ആരായിരുന്നു? കാട്ടിനകത്ത് കരമടിച്ച് കൃപയാൽ ദൈവം എവിടെ കൊണ്ടുവന്നെന്നറിയാമോ? സ്തോത്രം. ഇസ്രായേലിൻ്റെ നല്ല രാജാവാക്കി. പിന്നെ അവൻ പള്ളിയിൽ പോകത്തില്ല. മാർത്താണ്ഡത്ത് നിന്ന് 4 ക്യാമറയുള്ളൊരു മൊബൈലും മേടിച്ച്. സന്തോഷമില്ലല്ലോ? സ്തോത്രം. എന്നിട്ട് അവൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേളി ഇരുന്ന് കറക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. എല്ലാവരും കേൾക്കണം. ഇന്ന് രാത്രി ഞാൻ വണ്ടി കയറുക. സ്തോത്രം. ഇത് നമ്മുടെ പെന്തിക്കോസുകാരിടയ്ക്ക് കൂടുതലാണ്. പിന്നെ ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ 2 ക്യാമറ ഉള്ളതേ വായിക്കത്തുള്ളൂ. സഹോദരിമാർ 4 ക്യാമറ, 4G പിക്ചർ, മെഗാ. സന്തോഷമില്ലല്ലോ? സ്തോത്രം. അതുകൊണ്ട് പറയാം, സഹോദരി ആവശ്യമില്ലാതെ ക്യാമറയായിട്ട് മേളിൽ കയറരുത്. പണ്ട് ഇങ്ങനെ ക്യാമറയായിട്ട് കയറി മുഖം മിനിറ്റ്സ് ഫേസ് വാഷ് അടിച്ച് ഒരുത്തി ഉണ്ടായിരുന്നു. അവിടെ പേരാ ഇസബേൽ. സന്തോഷമില്ലല്ലോ? സ്തോത്രം. കര ഉയരുന്നില്ല. സ്തോത്രം. ഇതൊക്കെയാ പ്രസംഗം. ഇസബേൽ ഇങ്ങനെ മിനിക്ക് ഫേസ് വാഷ് അടിച്ച് വാട്സപ്പിൽ സംസാരിച്ചുകൊണ്ട് വന്നത് ആ കിടക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ടെറസിൻ്റെ മേളിൽ കയറി സഹോദരിമാർ ഫേസ് വാഷ് അടിക്കാൻ നിൽക്കരുത്. ഇസബേലിനാണ് കായ്പോ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. സന്തോഷമില്ലല്ലോ? സ്തോത്രം. ഇന്ന് രാത്രി കേട്ടോണം. കാര്യം പറഞ്ഞു തരാം. സ്തോത്രം. യവൻ അവസാനം ഊര്യാവിൻ്റെ ഭാര്യ വീട്ടിനകത്ത് കൊണ്ടുവന്ന് കാര്യങ്ങൾ കൈവിടപ്പെട്ടു പോയി. അപ്പോൾ പണ്ട് കരമടിച്ച് അന്യഭാഷ പറഞ്ഞതാ. സ്തോത്രം. അവസാനം ഈ കാര്യം ഊര്യാവിൻ്റെ തലേ വെക്കണം. ഇവൻ ആരാന്നറിയാമോ? ദാവീദ്. ഭയങ്കര ബുദ്ധിയുള്ളവനാ. അവൻ അവസാനം ഊര്യാവിനെ കൊണ്ടുവന്ന് ഗസ്റ്റ് ഹൗസ് റെഡിയാക്കി ഭാര്യയും ഊര്യാവിനെ അവിടെ ആക്കി. ഊര്യാവ് പറഞ്ഞു, ദാവീദിനോട് പറഞ്ഞു, എൻ്റെ ജനം പാളയത്തിനകത്ത് യുദ്ധം നടക്കുമ്പോൾ എൻ്റെ ഭാര്യയുമായിട്ട് ഗസ്റ്റ് ഹൗസിൽ ഞാൻ താമസിക്കാനോ? ദാവീദ് നടക്കത്തില്ല. കാര്യം കുഴപ്പമെന്നറിയോ? അവനെ ഒരു പരുവാക്കി. സ്തോത്രം. ആരാ?
ദാവീദ് ഭയങ്കര കൊട്ടേഷൻ ടീമൊക്കെ ആയിരുന്നു അവൻ കേട്ടോ. ഊര്യാവിനെ റെഡിയാക്കി. എന്നിട്ടും അവനൊരു സ്വസ്ഥതയില്ലായിരുന്നപ്പോൾ പാറശാല 21 ഡേയ്സ് ഫാസ്റ്റിംഗ്, അരുമയാണ് ഫാസ്റ്റിങ് കേട്ടല്ലോ. ദാവീദ് നല്ല റെഡിയായി അവിടെ പോയി നീങ്ങിപ്പോയി. എൻ്റെ ഭാരങ്ങൾ മാറിപ്പോയി, എൻ്റെ ശാപങ്ങളൊക്കെ അടിച്ചടിച്ച് റെഡിയാക്കി. സ്വോത്രം സ്വോത്രം. 21-ാം ദിവസം കർത്തൃമേശ എടുക്കാനൊക്കെ നിന്നേൻ്റെ അന്ന് ഒരുത്തൻ വന്നു. നാഥാന് ഊളിയക്കാരൻ നല്ല കഞ്ഞിയും പയറും ഒക്കെ റെഡിയാക്കി. ഉടനെ നാഥാൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ദാവീദിന് പിടികിട്ടി. യവനെ വീട്ടിൽ കൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ച ഒരു ഹല്ലേലൂയ പറഞ്ഞ എൻ്റെ ഗൃഹം അനുഗ്രഹിക്കപ്പെടും. സ്വോത്രം. ദാവീദ് ഇന്നോവ തുറന്നു. ദാദാനോട് പറഞ്ഞു, നമ്മ വീട്ടിൽ അരുമയാണ് ലിപ്റ്റൺ ടീ ഇരിക്കുന്നത്, ഇവിടെ കഞ്ഞിയെ കുടിക്കേണ്ട വരാൻ പറഞ്ഞു. സ്വോത്രം. എവിടെ കൊണ്ടുപോയെന്നറിയാമോ? വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ ചെന്നപ്പോൾ നാദാൻ പറഞ്ഞു, സഹോദരി കാപ്പിയൊക്കെ അവിടെ പെരിയ മതി, ദാവീദ് ഇവിടെ നിന്ന് ഇരിക്കാൻ പറഞ്ഞു. മുഖാമുഖ വരുന്നു. അയ്യാ എங்கே இருக்குது, സൗഖ്യം இருக்குது. ഞാനൊരു ചിന്ന കഥയെ പേശകരുത്, തമിഴ്നാട്ടിലെ കണക്ക്. ഒരു കാര്യം പറഞ്ഞു, നിന്റെ രാജ്യത്തിൽ ഈ പട്ടണത്തിനകത്ത് 2 പേർ, ഒരുവൻ ധനവാൻ ഒരുവൻ ദരിദ്രൻ. ധനവാന്റെ വീട്ടിൽ ആടുമാടുകൾ ഇഷ്ടം പോലെ. ധനവാന്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു. പാവപ്പെട്ട ഒരു കർഷകനുണ്ടായിരുന്നു, അവൻ്റെ വീട്ടിൽ ഒരു പെണ്ണാടുണ്ടായിരുന്നു. ആ കുഞ്ഞാടിൻ്റെ പാല് കറന്ന് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ധനവാന്റെ വീട്ടിൽ വിരുന്നുകാരൻ വന്നപ്പോൾ പാവപ്പെട്ട സൈനികൻ ധനവാന്റെ ആൾക്കാർ പോയി പാവപ്പെട്ട കർഷകന്റെ കുഞ്ഞാടിനെ പിടിച്ചുകൊണ്ടുവന്ന് അതിനെ അറുത്ത് മട്ടൻ കറി വെച്ച് കൊടുത്തു. സ്വോത്രം. ആട്ടിൻ്റെ കൂടെ കിടന്ന് കൈയടിച്ചവൻ ആട്ടിൻ്റെ കാര്യം കേട്ടപ്പോൾ ഒറ്റ എഴുന്നേൽപ്പ്. നാഥാനോട് ചാരാ ആ ചാതീയം. സ്വോത്രം. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരാണ്. അയ്യാ ഒക്കാരങ്ക് നമ്മൾ ശരിയാക്കി തരാം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. നാഥാൻ ശക്തനായ പ്രവാചകൻ. നാഥാൻ എഴുന്നേറ്റ് ദാവീദിനോട് പറഞ്ഞു, ദാവീദ്, ആ പാതകം ചെയ്ത കൊലപാതകൻ നീയാ. സ്വോത്രം. അപ്പൊ എന്താ കാര്യം? ദാവീദ് അവിടെ മുട്ടുമടക്കി. സ്വോത്രം. മുട്ടുമടക്കിയിട്ട് താൻ ചെയ്ത തെറ്റിനെ ഓർത്ത് കരയാൻ തുടങ്ങി. 51-ാം സങ്കീർത്തനം അവിടെ വച്ചാ എഴുതുന്നത്. കരമുയരുന്നവർക്കായി നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ക്കണമേ. ഞാൻ തെറ്റ് ചെയ്തു പോയി. സ്വർഗമേ, കാട്ടിനകത്ത് കരമടിച്ച് എനിക്ക് നീ വീടും കാറും തന്നു, പക്ഷേ അതിൻ്റെ നടുവിൽ ഞാൻ തെറ്റ് ചെയ്തു പോയി. ഒരിക്കൽ കൂടി കൃപാസനത്തിൻ്റെ മുൻപാകെ വന്ന് മുട്ടി വിളിക്കുന്നു, നിന്റെ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയരുതേ. കരമുയർത്തുന്നവർക്കായി. അയ്യാ അപ്പ, പ്രവചനമൊക്കെ നല്ലതാ. എന്താ യഥാർത്ഥ പ്രവചനം? പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി ഏത് സമയവും മരണം അവനെ പിടിക്കുന്നതിന് മുമ്പ് മടങ്ങി വന്ന് നിത്യതയ്ക്ക് വേണ്ടി മുട്ടുമടക്കുന്ന പ്രവാചകന്മാർ നമ്മുടെ ഇടയിൽ എഴുന്നേൽക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് അരുളി. കൊച്ചുനാളിൽ നീ എൻ്റെ വാക്ക് കേൾക്കത്തില്ല. അടുത്ത എൻ്റെ പ്രസംഗം എല്ലാവരും നോട്ട് ചെയ്യണം. അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. നിന്നെ മേയ്ക്കുന്നവരൊക്കെയും കൊടുങ്കാറ്റ് മേയ്ക്കും. കൊടുങ്കാറ്റ്. അത് പുയലല്ല. റീത്ത, കത്രീന, വിൽമ, ഹാർവി, ഓർമ്മ, മാത്യൊന്നും അല്ല. കൊടുങ്കാറ്റിന്റെ പേരാ സാമ്പത്തിക മാന്ദ്യം. കരമുയർത്തിയാട്ട് ലോകത്തിന് സാമ്പത്തിക മാന്ദ്യം. എവിടാ? എല്ലാവരും കേട്ടോണം. ഓൺലൈൻ. അമേരിക്കക്കാർ സ്ഥിരം എന്നോട് സംസാരിക്കുന്നത്. ദേവനേശൻ ഭാസ്കർ അറിയാം. അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അവിടെ പ്രായം ചെന്ന അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും പെൻഷൻ കിട്ടി അവർ ജീവിക്കുന്നത്. 1. 2, കാനഡയിൽ പോയ പിള്ളേർ കേട്ടോണേ. ഇവിടെ നമ്മുടെ കള്ളു കുടിക്കാൻ പാറശാല പ്രശാന്തിയുള്ള കാനഡയിൽ മയക്കുമരുന്നാ. സ്വോത്രം. വഴിനീളം വിറ്റുകൊണ്ടിരിക്കുന്ന. സ്വോത്രം. അയ്യോ, ബ്രിട്ടൻ, UK പോയ പിള്ളേർ. ഇവിടെ പാറശാലയിൽ നിന്ന് എത്ര പിള്ളേർ പോയി? ദേവശോഭനം പാസ് അപ്പനോടും അമ്മയോടും വഴക്ക്. കിണറ്റിൻ്റെ മേളിൽ കയറിയിരിക്കുക. UK വിട്ടിലെ കിണറ്റി ചാടുമെന്ന്. സ്വോത്രം. എല്ലാം പലിശക്കെടുത്ത് എല്ലാം UK പോയി പിള്ളേർ പഠിക്കാനായിട്ട്. ഈ വീട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ ഈ വീട്ടിൽ പ്ലാവുണ്ട്. പ്ലാവേ എന്ന് ഒരു ചക്ക അടത്തിയിട്ട് ചുള പറക്കാൻ പറഞ്ഞാൽ ഇന്നത്തെ പിള്ളേർ കേൾക്കത്തില്ല. അത് അപ്പൻ്റെ അമ്മയുടെ ജോലിയാണ്. ഇപ്പം എല്ലാവരും കേൾക്കണം. ഓൺലൈനിൽ വേണം, ഞാൻ അയച്ചു തരാം. ബ്രിട്ടണിൽ ചെന്നിട്ട് ആമസോണിൻ്റെ, ഫ്ലിപ്കാർട്ടിൻ്റെ കാർട്ടൂൺ എടുത്ത് ഈ പിള്ളേർ ചുമന്നുകൊണ്ട് കിടക്കുന്ന. ആ വീട്ടിൽ ചക്കച്ചോള പറിക്കാത്ത നീ അവിടെ ചെന്ന് കാർട്ടൂൺ ചുമക്കും. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. പച്ചയ്ക്കാൻ പറഞ്ഞുതരാം. എൻ്റെ വീഡിയോ അയച്ചു തന്നിരിക്കുക പിള്ളേർ നാട്ടിലൊന്ന് കാണിക്കാൻ. സ്വോത്രം. അവിടെയും കാശില്ല. അത് കഴിഞ്ഞ് ഇപ്പം ഫ്രാൻസ് ഒരു പരുവത്തിൽ പോന്നു. പറ്റിയൊരു സ്ഥലമുണ്ട്. നേഴ്സിംഗ് പഠിക്കുന്നവർ, IT എഞ്ചിനീയർമാർ. ഓസ്ട്രേലിയ പോകണം. 5 ലക്ഷം രൂപയും വീടും കിട്ടും. പോകുമ്പോൾ ഒരു ചായ എനിക്ക് മേടിച്ചു തരണം. ചെന്നിട്ട് പറ്റുമെങ്കിൽ ഒരു മണി ഓർഡർ അയച്ചു തരാം. സ്വോത്രം. പറ്റിയ സ്ഥലം ഓസ്ട്രേലിയ. ബാക്കി ഒരിടത്ത് പോയിട്ട് കാര്യമില്ല. എല്ലാം തീർന്നുകൊണ്ടിരിക്കുക. നിന്റെ സ്നേഹിതന്മാർ നിന്നെ വിട്ടുപോകുക. സാമ്പത്തിക മാന്ദ്യം. ഇവിടെയാ എൻ്റെ പ്രസംഗം. ചെവിയുള്ളവൻ കേട്ടോണം. കേട്ടോ. ഇന്ന് UN സെക്യൂരിറ്റി കൗൺസിൽ, ബൈബിളും പ്രവചനവും, UN സെക്യൂരിറ്റി കൗൺസിൽ 5 രാജ്യങ്ങൾക്ക് വീറ്റോ പവർ. 1 അമേരിക്ക, 2 ഫ്രാൻസ്, 3 ബ്രിട്ടൻ, 4 ചൈന, 5 റഷ്യ. ഇവർ 5 പേരുമാ UN അകത്ത് വീറ്റോ പവർ. കേൾക്കണം. അപ്പം ഇന്നത്തെ ഹമാസിൻ്റെ കൂടെയും ഇറാൻ്റെ കൂടെ 2 പേരുണ്ട്.
ഒന്ന് റഷ്യ, 2 ചൈന. ഇസ്രയേലിൻ്റെ കൂടെ 3 പേര് നിൽപ്പുണ്ട്, അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ. അതുകൊണ്ടാണ് ഈ വെടിനിർത്തൽ ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ അമേരിക്ക കൈ ഉയർത്തും, അവിടെ നിൽക്കട്ടെ, തീർന്ന്. ക്ലിയർ ആയില്ലയോ? ഇനി ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നൊരു സംഭവം നിങ്ങൾ കേൾക്കണം, എല്ലാവരും കേൾക്കണം ഗഹനമായി. അമേരിക്ക തീരും. കാര്യം എന്താ? ഇന്ന് എണ്ണ വില അമേരിക്കൻ ഡോളറിലാണ്, സ്വർണ്ണ വിലയും അമേരിക്കൻ ഡോളറിലാണ്. അങ്ങനെയെങ്കിൽ താമസം വിന അമേരിക്കയുടെ കറൻസി ഡോളറിൽ നിന്ന് മാറും. അതുകൊണ്ടായി സൗദി അറേബ്യ റഷ്യയും ചൈനയും കൂട്ടുപിടിച്ചാൽ എണ്ണ വില ഡോളറിൽ നിന്ന് മാറിയാൽ അമേരിക്കയുടെ കാര്യം കട്ട പുകയാവും. കരം ഉയർത്തിക്കോ മക്കളെ. അമേരിക്കയുടെ കടം എത്ര ഉണ്ട്? 32 ഇട്ടിട്ട് 12 പൂജ്യം ഇട്ടാൽ അത്രയുണ്ട് കടം അമേരിക്കയുടെ. പണ്ട് നിരോധിച്ച നോട്ട് ഇന്നും പാറശാല പലരിൽ ഇരിപ്പുണ്ട്, 2000 നോട്ട്. അതിന് വല്ല രക്ഷയുണ്ടോ? ചുരുട്ടി കളയാൻ കൊള്ളത്തില്ല. ഒരു കാലത്ത് സജു ചാത്തന്നൂർ ഇന്ന് പറയുക, അമേരിക്കയുടെ കറൻസി 2000 നിരോധിച്ചതുപോലെ ഡോളറിന് യാതൊരു വിലയില്ലാതെ കാലം വരും. അമേരിക്ക കരയും. അമേരിക്കയിൽ ഒരു നല്ല സുവിശേഷകനുണ്ടായിരുന്നു, ബില്ലി ഗ്രഹാം. കേട്ട വല്ലവരും ഉണ്ടോ? ചോദ്രം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സോദോമിനകത്ത് ദൈവ ന്യായവിധി നടത്തിയെങ്കിൽ ഇന്ന് അമേരിക്കയിൽ നടക്കുന്ന പരിപാടികൾക്ക് ദൈവത്തിൻ്റെ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ കർത്താവ് സോദോമിൽ പോയി മാപ്പ് ചോദിക്കേണ്ടി വരും. അങ്ങനെ മാപ്പ് ചോദിക്കേണ്ടവനല്ല സ്വർഗത്തിലെ ദൈവം. ഇന്ന് സോദോമിൻ്റെ പാപം, സ്വർഗ വിവാഹം, ഇതെല്ലാം അമേരിക്കയിൽ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി തീർന്നില്ല. എല്ലാവരും കേൾക്കണം, ഓൺലൈനിൽ ദുബായ് കേട്ടുകൊണ്ടിരിക്കുക. അമേരിക്ക കഴിഞ്ഞാൽ ഇന്നത്തെ 2ാമത്തെ സോദോമിൻ്റെ പാപം ദുബായാ. സ്വോത്രം. കള്ളുകുടി, ബാക്കിയെല്ലാം. അതുകൊണ്ട് അച്ചായ എല്ലാവരും കേൾക്കണം, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇന്ന് രാവിലെ ഞാനിവിടെ പ്രസംഗിച്ചു, 257.5 ഡിഗ്രിയാ ദുബായിൽ മഴ പെയ്തത്, അറബ് രാജ്യത്ത്. പണ്ട് മഴ പെയ്യ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലേ, കണ്ടിട്ട് വെച്ച്, മോനെ നീ സൗദിയിലായിരുന്നല്ലേ, തിരിച്ചു പോന്നില്ലേ? പാസ്റ്റർ നോക്ക്, പ്രവാസി ആട്ടോ, പ്രവാസി തട്ടുകട, എന്നെ അവിടുന്ന് വണ്ടി കയറ്റിയ, നിന്നെ ഒന്നുമില്ലെന്ന്. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ഇത് തന്നെ ബൈബിള്. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിൽ പോകും, പിന്നെ അവർ നിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അമേരിക്കയും മിണ്ടത്തില്ല, ബ്രിട്ടനും മിണ്ടാതിരിക്കുമ്പോൾ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയുടെയും ചൈനയുടെയും നേതൃത്വത്തിൽ ഇസ്രയേലിന് നേരെ എഴുന്നേറ്റു വരും. വചനം ക്ലിയറായി. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഇന്ന് ലോകരാജ്യങ്ങളെ മത്സരിക്കുന്ന ഇസ്രായേൽ. മോള് വായിച്ചാട്ടെ അടുത്ത വാക്യം. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം ലജ്ജിച്ച് അമ്പരന്നു പോകും. കരമുയർത്തിയാട്ടെ. ഇന്ന് ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഇസ്രായേൽ മുട്ടുമടക്കും. ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. തീർന്നില്ല. ബൈബിളിനകത്ത് അടുത്ത ഭാഗം. അപ്പൊ റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യം വരുമോ? എസക്കേൽ പ്രവചനം 38, 15, 16 വാക്യങ്ങൾ. മോള് വേഗത്തിൽ വായിച്ചട്ടെ. എസക്കേൽ 38, 15, 16 വാക്യങ്ങൾ. ദേശത്തെ മറക്കേണ്ടത്. നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. ദാ കിടക്കുന്നു. റഷ്യയുടെ നേതൃത്വത്തിൽ, ചൈനയുടെ നേതൃത്വത്തിൽ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ വടക്കേ അറ്റം സിറിയയുടെ ഗോലൻ കുന്നുവഴി യെരുശലേമിലേക്ക് വരും. ബൈബിളും പ്രവചനവും. അടുത്ത വാക്ക്. ദേശത്തെ മറക്കേണ്ടതിന് ഒരു മേഘം നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. കരമുയർത്തിയാട്ട് മക്കളെ. സ്വോത്രം. ഇതാ അന്തിമ യുദ്ധം. എന്റെ ജനമായ ഇസ്രായേലിന് നേരെ വരും. അടുത്ത വാക്ക്. ഗോഗേ. ക്ലിയർ. അടുത്തത് ഗോഗേ. അന്ത്യകാലത്ത് ജാതികൾ കാണുക ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരുത്തും. ദാ കിടക്കുന്ന ഇസ്രായേലിന് നേരെ വരും റഷ്യ. അതാ ഒരു മേഘം. മേഘം എന്ന് പറയുന്ന കാർമേഘവും മിന്നലുള്ള മേഘമല്ല. ചെറുപ്പക്കാർ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മേഘത്തിന്റെ പ്രത്യേകതയാ യുദ്ധവിമാനങ്ങൾ. നിങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിൽ പോയിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ വെള്ളയും ചുമപ്പും, അല്ലെങ്കിൽ എമിറേറ്റ്സിന്റെ പച്ച, ഇൻഡിഗോയുടെ നീല, വിസ്താരയുടെ മഞ്ഞ. പക്ഷേ കാർമേഘത്തിൻ്റെ നിറമുള്ള 2 വിമാനങ്ങളുണ്ട്, വ്യോമസേനയുടെയും നാവികസേനയുടെയും വിമാനങ്ങൾ. അപ്പോൾ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ടാങ്കുകളല്ല. കുഞ്ഞുങ്ങൾ, വിജ്ഞാനം നോട്ട്. എന്നാ വിമാനം കണ്ടുപിടിച്ചത് 1903 അമേരിക്കയിൽ 2 ചെറുപ്പക്കാർ, റൈറ്റ് സഹോദരന്മാർ, ഇർബിയിലും ഓർബിയിലും ആ വിമാനം കണ്ടുപിടിച്ചത്. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് 2600 കൊല്ലം മുമ്പ് എസക്കേൽ എഴുതി വെച്ചു, അന്ത്യദിനത്തിൽ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് യുദ്ധവിമാനം. കരമുയർത്തുന്നവർക്കായി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമടുത്ത്.
നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം എവിടെ നടക്കും? 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, 2 ലോകത്തിലെ വൻശക്തികൾ. ആരാ യെറുശലേം? ഇസ്രയേൽ ആരാ? ഇസ്രയേൽ ആരാ? കേരളത്തിൻ്റെ 6 ഡിസ്ട്രിക്റ്റേ ഉള്ളു ഇസ്രയേൽ. 1 കോടി ജനം. ഏതൊക്കെയാ? ടെല്ലവീവ്, ജെറുസലേം, അഷ്കലോൻ, അഷ്തോദ്, യാഫ, ഹൈഫ. ഇത്രയേ ഉള്ളു ഇസ്രയേൽ. 6 ഡിസ്ട്രിക്റ്റ്, 1 കോടി ജനമേ ഉള്ളു. അതിൻ്റെ ഇടയ്ക്ക് യവന്മാരെല്ലാം കൂടെ റഷ്യ, ചൈന, ജോർദാൻ, ഈജിപ്റ്റ്, ലബനോൻ, സിറിയ, എത്യോപ്യ, ഇതെല്ലാം കൂടെ വന്നാൽ എങ്ങനെ ഇരിക്കും അമ്മമ്മേ? കളിക്കാവിളെ പാണ്ടിലോറിയുടെ കീഴിൽ തവള കയറിയോലിരിക്കും. സ്വോത്രം. പിന്നെ അനങ്ങാൻ പറ്റത്തില്ല. ഇന്ത്യ എന്നൊരു വിമാനം പോകണേ 5.25 മണിക്കൂർ വേണം നോൺ സ്റ്റോപ്പ്. എവിടാ? ടെല്ലവീവ്. അമേരിക്ക എന്ന് പറയണം തന്നെ 8 മണിക്കൂർ വേണം. അതിൻ്റെ ഇടയ്ക്ക് യേശാവിൻ്റെ മക്കളെ ചുറ്റും കിടക്കുക. യവന്മാരെല്ലാം കൂടെ നമ്മുടെ വാട്സപ്പ് അടിച്ച് ഒറ്റ വരവ് വരും. എവിടാ ഈ വരുന്നത്? അന്തിമ യുദ്ധം. ചിലർ പറയും ജെറുസലേമില, ചിലർ പറയും ഇന്ത്യയില. അവിടെ ഒന്നുമല്ല. അന്തിമ യുദ്ധം എവിടെ? ബൈബിളിനകത്ത് എല്ലാ ജാതികളും ഇസ്രായേലിനെതിരെ കൂടാൻ പോന്നു. യോവേലിന്റെ പ്രവചനം 3:9-11. മക്കളെ നിങ്ങൾ നോട്ട് ചെയ്യും, നിങ്ങൾ പ്രസംഗിക്കണം. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുവിൻ. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയേണ്ടതിന് വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. വിശുദ്ധ യുദ്ധം. മോൾ അവിടെ നിന്നാട്ടെ. വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന ഒരു മതവിഭാഗമേ ഇവിടെയുള്ളൂ. സ്വോത്രം. ആ വിശുദ്ധ യുദ്ധം അത് പറയുന്നത് ആരാ? ക്രിസ്ത്യാനിയല്ല, ഹൈന്ദവനല്ല, അത് കഴിഞ്ഞിട്ട് ജൈനനല്ല, ബുദ്ധനല്ല. ഇസ്ലാം സഹോദരങ്ങൾ വിളിച്ചു പറയുന്നൊരു പേരുണ്ട്, ജിഹാദ്. കരമുയർത്തിയാട്ടെ. ഇതിൻ്റെ പേരാ വിശുദ്ധ യുദ്ധം. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. ഇതെവിടെ തുടങ്ങിയതാ? ചെറുപ്പക്കാർ കേൾക്കണം. ഇത് വിടങ്ങാൻ തുടങ്ങിയതല്ല. ഇതൊരു വീട്ടിൽ തുടങ്ങിയതാ. അബ്രഹാമിൻ്റെ വീട്ടിൽ തുടങ്ങിയതാ. ഇസഹാക്കും ഇസ്മായിലും. 1, 2. ഒരമ്മയുടെ ഉദരത്തിൽ 2 ഉണ്ടായിരുന്നു, ഏശാവും യാക്കോബും. സെമി ഫൈനൽ നടന്നതാ. ഏലാത്താഴ് വരെ ദാവീദും ഗോലിയാത്തും. ഇനി ഒരു ഫൈനൽ നടക്കാൻ പോന്നു. യഹോശാഫാത്ത് താഴ്വര. വായിരുമോളെ ഇത് കേൾക്കണം. ഇസ്രായേലും 3:11 വായിച്ച ജാതികളെ 3:11 ജാതികളായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടുവിൻ. യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ. യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണം. ജാതികൾ ഉണർന്ന് യഹോശാഫത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. കരമുയർത്തിയാട്ടെ. അന്തിമ യുദ്ധം നടക്കുന്നത് ഇസ്രയേലിന്റെ പർവ്വതനിരയായ യഹോശാഫാത്ത് താഴ്വര. വളരെ ക്ലിയർ ബൈബിൾ. അല്ലാതെ ജെറുസലേമിലുമല്ല, ഇന്ത്യയിലുമല്ല, പാകിസ്ഥാനിലുമല്ല. ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിൽ വരട്ടെ. അങ്ങനെയെങ്കിൽ ഇത്രയും രാജ്യങ്ങൾ ഇസ്രയേലിന് നേരെ വന്നാൽ ഇന്ന് രാത്രി അവിടെ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്നൊരു കൂട്ടം എടുക്കപ്പെടും. കരമുയർത്തുന്നവർക്കായി ആരാ കൂട്ടം? യേശുവിൻ്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ ഈ തലമുറയിൽ എൻ്റെ കാന്തൻ വരാറായി. ഇന്ന് രാത്രി എല്ലാവരും ഇവിടെ 1 മിനിറ്റ് ശ്രദ്ധിക്കണം. ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അനവധി സഹോദരിമാർ വന്ന് നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വോത്രം. പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങൾ കൺവെൻഷൻ കൂട്ടങ്ങളിൽ വന്നിരിക്കുക. ലൈവ് ഉണ്ടായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നതായിരിക്കുന്ന കൊച്ചുമക്കൾ, 5 വയസ്സിൽ താഴെയുള്ള മക്കൾ. കേരളം ഇത് തമിഴ്നാടായതുകൊണ്ട് പറയുക. സ്വോത്രം. കേരളത്തിലും ഇന്ത്യയിലും 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു വാക്സിൻ കൊടുക്കുന്നുണ്ട്. പോളിയോ. എന്താ പോളിയോയുടെ പ്രത്യേകത? പോളിയോയുടെ പ്രത്യേകത നമ്മുടെ വീട്ടിൽക്കുള്ള ഒരു പിഞ്ചു കുളന്ത് കാല് മുടന്തി കിടക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റും അതുപോലെ തമിഴ്നാടിൻ ചെറുവ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ ഹെൽത്ത് സെൻറ്റർ, ടെലിവിഷൻ, നിങ്ങളുടെ വീട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം പറയും പോളിയോ പോളിയോ പോളിയോ. ഞായറാഴ്ച കുഞ്ഞിനെ കൊണ്ടുവന്നാൽ മതി, ഫ്രീ ആയിട്ട് വാ തുറന്നാൽ ഫ്രീ പോളിയോ. സ്വോത്രം. അന്നേരം ചില സഹോദരിമാർ പോളിയോ കൊടുക്കാതെ കുഞ്ഞിനെ കൊണ്ട് പാറശാല ഷീല കല്യാണം വന്നിടത്തി ഫ്രൈഡ് റൈസ് തിന്നാൻ പോകും. സ്വോത്രം. പിന്നെ കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വോത്രം. നീ കൊടുക്കേണ്ടത് നീ കൊടുക്കണം. അല്ല കുഞ്ഞിന് പോളിയോ കൊടുക്കുക, പാറശാല ഷീല കല്യാണം വന്നിടത്തി ചിക്കൻ കാലി തിന്നാൻ പോയി കഴിഞ്ഞാൽ കാര്യം കൈവിടപ്പെട്ടു പോകും. സ്വോത്രം. ചില പെൺകൊച്ചുങ്ങൾ ഇതാ ചെയ്യുന്നത്. സ്വോത്രം. എന്താ പോളിയോ? ഇന്നെല്ലാവരും കേൾക്കണം. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് മുടന്തി കിടക്കാതിരിക്കാൻ ഇസ്രയേലിലെ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ പേരാ ജോൺ ലിറ്റിൽ വാക്സ്. എത്ര ദിവസം കൊണ്ട് സയൻസും എല്ലാ കാര്യവും പറഞ്ഞു. കുഞ്ഞുങ്ങളെ നോട്ട് ചെയ്യണം. ഇന്നലെ ജെയിംസ് സിംസന്റെ കാര്യം പറഞ്ഞു. അവനെ അനസ്തേഷ്യ കണ്ടുപിടിച്ച് പോളിയോ കണ്ടുപിടിച്ച വാക്സിൻ കണ്ടുപിടിച്ച ചെറുപ്പക്കാരൻ്റെ പേര് ജോൺ ലിറ്റിൽ വാക്സ് അറ്റ് ഇസ്രായേൽ. അവനാ നോബൽ സമ്മാനം കിട്ടി. അവനായി പോളിയോ കണ്ടുപിടിച്ച്. എന്താ പോളിയോയുടെ പ്രത്യേകത? നമ്മുടെ വീട്ടിനകത്തൊരു കുഞ്ഞു മുടന്തി കിടക്കുവാൻ നമ്മുടെ ഗവൺമെൻറ് അനുവദിക്കത്തില്ല. അഡ്വാൻസ് പോളിയോ വരാനിരിക്കുന്ന കാല് തളർച്ച രോഗത്തിന്. എന്നാൽ ഇന്ന് രാത്രി മനുഷ്യകുലത്തിനൊരു പോളിയോ വന്നിട്ടുണ്ട്. സിൽവപുരം. ആ പോളിയോയുടെ പേരാ പാപം.
തിന്മയുടെ ശക്തി. പാപത്തിന് വാക്സിൻ ഉണ്ടോ? പാപത്തിന് ആൻറ്റിബയോട്ടിക് ഉണ്ടോ? പാറശാല SP പോയിട്ട് പറയണ പാപത്തിന് ഒരാഴ്ചത്തെ ആൻറ്റിബയോട്ടിക് തരാം. ഡോക്ടർ പറയും പുറത്തു പോകാം. തിരുവനന്തപുരം RCC ചെന്നിട്ട് പറയാം എൻ്റെ ശരീരത്തിൽ പാപം റേഡിയേഷൻ ചെയ്യാം. അവർ പറയും പുറത്തു പോകാം. നെയ്യാറ്റിൻകര RIMS ചെന്നിട്ട് ഡോക്ടറോട് പറയാം എൻ്റെ പാപത്തിനൊരു സർജറി നടത്താൻ. തിന്മയുടെ ശക്തി അവർ പറയും ഒന്നുമില്ല. എന്നാൽ ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളെ 3ാമത് രാത്രി പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഇന്ന് രാത്രി ഒരു വാക്സിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതിൻ്റെ പേരത്രേ കുഞ്ഞാടിൻ വിലയേറിയ രക്തം. നിന്റെ സകല പാപമല്ല, നിന്റെ സകല പാപവും ഇന്ന് രാത്രി ബാക്കി ശുദ്ധീകരിപ്പാൻ ഇന്ന് രാത്രി ഞങ്ങൾ ഒരു രക്തത്തെ പരിചയപ്പെടുത്തുന്നു. ആട്ടുംകുട്ടിயின் രക്തം. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവൻ്റെ രക്തത്താൽ ഇന്ന് രാത്രി എന്നെ ഒന്ന് കഴുകണമെങ്കിൽ யாரோ இந்த ஒளி பக்கத்தில் എന്ന് കരുത്ത തൂക്കി കർത്തർക്ക് മഹിമ കൊടുത്താൽ ഇന്ന് രാത്രി ഉൻ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ആ പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ നാഥൻ വരാറായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. കാലം തീരാറായി, കാന്തൻ വരാറായി. നിൻ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇത്രയും ലോകരാജ്യങ്ങൾ ഇസ്രായേലിന് നേരെ വരുമ്പോൾ പോകാൻ പോകുന്ന ഒലിവലി മലയിലേക്ക് 4 വാക്യങ്ങൾ കഴിയുമ്പോൾ അവസാനിക്കും. സക്കറിയ പ്രവചനം 12:9-10. പടപട കുഞ്ഞു വായിച്ചാട്ടെ. സക്കറിയ പ്രവചനം 12:9-10. ഇസ്രായേൽ ജനം വായിക്കാം. അന്നാളിൽ ഞാൻ യെരൂശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിക്കുവാൻ നോക്കും. യഹോശാഫാത്ത് താഴ്വര, ദ ടൗൺഷിപ്പ് ഈസ് ജെറുസലേം. ജെറുസലേമിനോട് ചേർന്ന താഴ്വരയാ ഇവിടെ. യെരൂശലേമിന് നേരെ വരുന്ന ജാതികൾ, അതാ സക്കറിയാവ് ഇന്നലെ വായിച്ചത്. ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. ബൈബിൾ പ്രവചനം എത്ര ക്ലിയർ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഞാൻ ദാവീദ് ഗ്രഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. ഇന്ന് അനുസരിക്കാത്ത ദാവീദിന്റെ കൊച്ചുമക്കൾ ബെഞ്ചമിന്റെ തന്നെയാകൂ മാറിയാലും അവന് വേണ്ടി പുറകെ വരുന്ന നേതാക്കൾ ലോകരാജ്യങ്ങളുടെ വാക്ക് കേൾക്കത്തില്ല. ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇസ്രായേൽ ഹമാസ് സംഘടന തുടങ്ങിയിട്ട് ഇന്ന് എത്ര മാസമായെന്നറിയാമോ? 8 മാസം കഴിഞ്ഞിരിക്കുക. 9ാം മാസം 35,000 പേരാ മരിച്ചത്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ല 14,000 പിഞ്ചു കുഞ്ഞുങ്ങളാണ് മരിച്ചത്. കണ്ണി ചോരയില്ല. ലോകരാജ്യങ്ങൾ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. യവൻ മുട്ടുമടക്കും. സ്വോത്രം. ഞങ്ങൾ ഒരു രാജ്യത്തിന് തെറ്റ് പറയത്തില്ല. ഇസ്രായേൽ വെടി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വോത്രം. യുദ്ധം അവസാനമല്ല. കണ്ടോ അടുത്തത് ഈ രാജ്യങ്ങൾ അവനെതിരെ കൂട്ടമായിട്ട് വരും. അടുത്ത വാക്യം മോള് വായിച്ചാട്ടെ. വായിച്ചാട്ടെ. ജാതികൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. അവർ നോക്കും. അടുത്തത് ഏകജാതിനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവരെ കുറിച്ച് വിലപിക്കും. ഇത്രേ ലോകരാഷ്ട്രങ്ങൾ യഹൂദന്റെ നേർക്ക് വന്നാൽ അവന്റെ അയൺഡോമും ഉയരത്തില്ല, ഭീമും ഉയരത്തില്ല, അവന്റെ മിറാഷ് ഉയരത്തില്ല, മെഗും ഉയരത്തില്ല. അന്ന് വീട്ടിനകത്ത് യഹൂദൻ ഇറങ്ങി കുത്തിയവങ്കലേക്ക് നോക്കും. കരമുയർത്തുന്നവർക്കായി. ആരാ? പീലാത്തോസിന്റെ അരമനയിൽ 2 കൂടുകൾ. ഒന്നിനകത്ത് വാഴ്ത്തപ്പെട്ട കർത്താവ്, മറ്റേ കൂടിനകത്ത് ബറബാസ്. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയിലും ഭവിക്കട്ടെ. ഇന്ന് രാത്രി കേൾക്കുന്നവർ, ഗതസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ അവൻ പരമയാഗമായി. ഒരു സൈന്യാധിപൻ കുന്തമെടുത്തു, പടയാളി അത് ഏറ്റുവാങ്ങി. എൻ്റെ നാഥന്റെ ചങ്കിനകത്ത് കുത്തിയപ്പോൾ 6 ലിറ്റർ രക്തവും വെള്ളവും ഒഴുകിയെങ്കിൽ അവിടത്തേക്ക് നോലൊക്കെ നിലവിളിക്കും, യേശുവേ യേശുവേ ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ല. കരമുയർത്താതാ പറഞ്ഞ ഏകജാതനെ ചൊല്ലി വിലപിക്കും. അതിൻ്റെ മലയാളം തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി വെളിപ്പെട്ടു വരും. കരമുയർത്തുന്നവർക്കായി യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരുന്ന കാലമായി. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകത്തിൻ്റെ അവസാനത്തിന് മടയാൾ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിൻ്റെ കൊമ്പിളതായി ഇല തളർക്കുമ്പോൾ വേനൽ. യഹൂദൻ നിലവിളിക്കാൻ പോകുന്ന അന്തിമ ദിനങ്ങളിലേക്ക്. സ്വോത്രം. ആരാ? ഇസ്രായേൽ പാളയത്തിനകത്ത് നിലവിളി. അതാ കുഞ്ഞു വായിച്ചത്. ഏകജാതനെ ചൊല്ലി അവരുടെ നിലവിളി ഉയരും. കണ്ണുനീരിനെ മറികടക്കുന്നവനാണോ സ്വർഗത്തിലെ ദൈവം? പൗലോസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എബ്രായരിൽ എബ്രായനാ ഞാനും. അവൻ സ്വന്തം കുലത്തെ മറക്കുമോ? ഒരു നാളും മറക്കയില്ല. യഹൂദന്റെ നിലവിളിയുടെ മുൻപിൽ അന്നൊരു സംഭവം സംഭവിക്കും. അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. ആരാ?
സാധാരണ ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. അവന്റെ കരച്ചിൽ എവിടെ? പാളയത്തിനകത്ത് നിന്ന്. നൈൽ നദിക്കകത്ത് നിലവിളി ഉയർന്നപ്പോൾ ദൈവത്തിന്റെ കരം എവിടെ എത്തിയെന്നറിയാമോ? ഫറവോന്റെ കൊട്ടാരത്തിനകത്തെത്തി. ആരാ? ഫറവോന്റെ പുത്രിയെ. നാം ആരാധിക്കുന്ന ദൈവമാര് ഇന്ന് രാത്രി കരമുയർത്തി. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് വിശ്വസിക്കുന്നവർ പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ തായെ തകർപ്പരെ ഇരിക്കുന്നത് അറിയുന്ന ദൈവം, എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, നടപ്പും കിടപ്പും അറിയുന്ന ദൈവം, ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം, ആകാശത്ത് കയറിയാൽ അവന്റെ കരം തേടിയെത്ത്, കീഴെ പാതാളത്തിനകത്ത് കിടക്ക വരിച്ചാലും അവന്റെ കരം നിന്നെ തേടിയെത്ത്. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്ക് നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് കൊല്ലംകോട് 10,000 പേരും വീഴും. അപ്പ അമ്മ നീ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നിന്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവം, മനുഷ്യപുത്രന്മാരെ ഉറ്റുനോക്കുന്ന ദൈവം. ഇവിടെ കടൽ ഇളകട്ടെ, സുനാമി വരട്ടെ, കീഴ ശാശ്വത ഭുജങ്ങൾ വച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി കരമുയർത്തി പയറുന്നവർക്ക് ഇയ്യോബിന്റെ ഭവനത്തെ വേലി കെട്ടി കാത്ത ദൈവം എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കാക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, എൻ്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ എത്ര പേര് ഇന്ന് രാത്രി കരമുയർത്തും? സിംഹത്തിന്മേലും ആണലിമേലും ഞാൻ ചവിട്ടും, പെരുമ്പാമ്പിനെയും മതിച്ചുകൾ. എൻ്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം. അപ്പച്ചാ അമ്മച്ചി ഇന്ന് രാത്രി പറ, അവൻ അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലെ താഴെ വീഴുക, കരുത്തെ തൂക്കി കർത്തരക്ക് മഹിമായി താഴെ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. അതുകൊണ്ട് ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങൾ 3ാമത് നാൾ നൈറ്റ് കിഴമേ പറയണം, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. കരമുയർത്തുന്നവർക്ക് അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. കരമുയർത്തിയാട്ടെ. ഇന്ന് രാത്രി പറ, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കുക. കൊല്ലംകോട് പറ, കരമുയർത്തുന്നവർ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. വചനം ഏറ്റെടുത്ത് ഇന്ന് രാത്രി പോകാവൂ. തൊട്ടൻ്റെ പോരുകളെ മാറ്റുക. ഇന്ന് രാത്രി വചനത്തിൻ്റെ ശക്തി കഴിയും. വാഗ്ദത്തമുള്ളവൻ. നൈൽ നദിക്ക് കടന്ന പിൻപിലൊരു ചരിത്രമുണ്ട്. പിന്നത്തതിലൊരു കോല് കൊണ്ട് അവൻ ചെങ്കടലിനെ വിഭജിക്കണം. ദൈവദാസന്മാര്, അങ്ങനെ പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ, കരമുയർത്തി പറ, പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ട്യൂമറിന് കഴിയത്തില്ല. ഇന്ന് രാത്രി പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ കിഡ്നി രോഗത്തിന് കഴിയത്തില്ല. സഹോദരി, നിന്റെ തൈറോയിഡിന് നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ചെറുപ്പക്കാര, ഇന്ന് രാത്രി നിന്റെ ഹല്ലേലൂയ കിഡ്നിയെ തകർക്കുവാൻ ഒരു ദൂഷ്ടപിശാചിന് കഴിയത്തില്ല. കരമുയർത്തിയാട്ടെ, ദൂഷ്ടപിശാച് നടുങ്ങട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവൻ. ലോകം പറയും അസാധ്യം, impossible, but the third day convention we are saying in this night, my Jesus is providing possible. കരമുയർത്തുന്നവർക്കായി ദൈവത്തെ